രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനുള്ള അവസാനഘട്ട തയ്യാറെടുപ്പുകളിൽ അയോധ്യ. ചടങ്ങിന് മുന്നോടിയായുള്ള പൂജകൾ ഇന്ന് ക്ഷേത്രത്തിൽ നടന്നു. നാളത്തെ പ്രതിഷ്ഠാ ചടങ്ങിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ളവരാണ് സാക്ഷ്യം വഹിക്കുക. ഉദ്ഘാടന ദിവസം ദർശനത്തിന് അവസരമില്ലെങ്കിലും കടുത്ത തണുപ്പിനെ അവഗണിച്ചെത്തുന്ന ഭക്തസംഘങ്ങൾ അയോധ്യ നഗരത്തിൽ നിറയുകയാണ്. എസ് വിജയകുമാർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. അയോധ്യയിലെ രാമക്ഷേത്രത്തിലെ പ്രതിഷ്ഠയ്ക്കുള്ള ഒരുക്കങ്ങൾ എല്ലാം പൂർത്തിയായി കഴിഞ്ഞു. വൈദിക വിധിപ്രകാരമുള്ള ചടങ്ങുകൾ ഏതാണ്ട് അവസാനിച്ചിട്ടുണ്ട്. പുറത്താണെങ്കിൽ വലിയ തോതിലുള്ള ജനത്തിരക്കാണ്. ഇവിടേക്ക് രാജ്യത്തിന്റെ നാനാഭാഗത്തു നിന്നും എത്തുന്ന ആളുകളെ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞ അവസ്ഥയാണ് അയോധ്യ നഗരത്തിൽ. ഇവരെ നിയന്ത്രിക്കാൻ ഈ സുരക്ഷാ ഉദ്യോഗസ്ഥരൊക്കെ വലിയ തോതിൽ പാടുപെടുന്നത് നമ്മൾ കണ്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ രാവിലെ 10:25 വാൽമീകി ഇന്റർനാഷണൽ എയർപോർട്ട് അയോധ്യയിൽ എത്തും. അദ്ദേഹം അതിനുശേഷം 10:50 ഈ ക്ഷേത്ര നഗരിയിലേക്ക് വരും. ക്ഷേത്രത്തിൽ 11:30 മുതൽ അദ്ദേഹം ഉണ്ടാകും. ഒരു പക്ഷേ സരയൂ സ്നാനം അതിനു മുമ്പ് അദ്ദേഹം നടത്തിയേക്കുമെന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട്. അക്കാര്യത്തിൽ ഔദ്യോഗിക വിശദീകരണമൊന്നും വന്നിട്ടില്ല. 12:20 12:30 ഇടയിലുള്ള അഭിജിത്ത് മുഹൂർത്തത്തിലാണ് ഈ പ്രതിഷ്ഠ നടക്കുന്നത്. ആ മുഹൂർത്തത്തിന് പ്രത്യേകതയുണ്ട്. ജ്യോതിഷ പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്നത് ഏറ്റവും നല്ല മുഹൂർത്തമാണ്. അതുകൊണ്ട് ആ സമയത്ത് തന്നെ പ്രതിഷ്ഠ നടക്കണം എന്നതാണ്. അതുകൊണ്ടാണ് അഭിജിത്ത് മുഹൂർത്തം എന്ന് തീരുമാനിക്കുകയും അവിടെ പ്രതിഷ്ഠ ആ സമയത്ത് തന്നെ നടത്താൻ തീരുമാനിക്കുകയും ചെയ്തത്. 12:30 ശേഷം പ്രധാനമന്ത്രി അവിടെ എത്തുന്ന 7000-ലധികം വിശിഷ്ടാതിഥികളെ അഭിസംബോധന ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പ്രസംഗം അവിടെ ഉണ്ടാകും. അതിനുശേഷം അദ്ദേഹം അടുത്തൊരു ക്ഷേത്രം കൂടി സന്ദർശിക്കും. പ്രധാനമന്ത്രി പോയതിനു ശേഷം പതിവ് പൂജകളൊക്കെ ക്ഷേത്രത്തിൽ നടക്കുന്നുണ്ട്. ക്ഷേത്രത്തിലെ പൂജകൾ സംബന്ധിച്ച്, ആരതികൾ സംബന്ധിച്ച്, അവിടുത്തെ നിവേദ്യം സംബന്ധിച്ചൊക്കെ തീരുമാനം എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അത് ക്ഷേത്രം അതനുസരിച്ച് ആയിരിക്കും അടുത്ത ദിവസങ്ങളിൽ അവിടെ പൂജാതി കർമ്മങ്ങൾ നടക്കുക എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഏറ്റവും പ്രധാനം ഇവിടുത്തെ സുരക്ഷ തന്നെയാണ്. നമ്മൾ പലതവണ പറഞ്ഞതുപോലെ 3 ഘട്ടങ്ങളായുള്ള സുരക്ഷ ക്ഷേത്രത്തിന് അകത്തും പുറത്തുമൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ക്ഷേത്രത്തിന് പുറത്ത് 100 കണക്കിന് പോലീസിന്റെ സാന്നിധ്യം ഉണ്ടാകും. ക്ഷേത്രത്തിന്റെ മേഖലയിൽ പ്രത്യേക പരിശീലനം നേടിയ NSG കമാൻഡോസ് പരിശീലനം നൽകിയ ആളുകൾ തന്നെ അവിടെ ഉണ്ടാകും. ഉത്തർപ്രദേശ് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ളവർ, CRPFന്റെ പരിശോധന അല്ലെങ്കിൽ അവരുടെ സുരക്ഷ അവിടെ ഉണ്ടാകും. ഡ്രോൺ നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. എപ്പോഴും AI ക്യാമറയുടെ സർവൈലൻസിലായിരിക്കും. ഇവിടെ 10,000-കണക്കിന് AI ക്യാമറകളാണുള്ളത്. എല്ലാ നീക്കങ്ങളും ഒപ്പിയെടുക്കുന്നുണ്ട്. അപ്പോൾ തന്നെ പോലീസ് നിരീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. ഹെലികോപ്റ്ററുകൾ നിരന്തരമായി ഇവിടെ ഏരിയൽ സർവേ നടത്തുന്നുണ്ട്. പഴുതടച്ച സുരക്ഷ എന്നതാണ് അയോധ്യയിലെ കാര്യത്തിൽ നടപ്പാക്കുന്നത് എന്നാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ അറിയിച്ചിരിക്കുന്നത്. ഇവിടേക്ക് എത്തുന്ന VIPകൾക്കൊക്കെ പ്രത്യേക സുരക്ഷ ഏർപ്പെടുത്തും. ഇതിനോടകം ക്ഷണം കിട്ടിയതിൽ വലിയൊരു വിഭാഗം ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. പലരും അവരവർക്ക് ഒരുക്കിയിരിക്കുന്ന ഗസ്റ്റ് ഹൗസുകളിലേക്കൊക്കെ പോയിട്ടുണ്ട്. നാളെ രാവിലെ ഏതാണ്ട് ഈ പരിപാടി തുടങ്ങുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് രാവിലെ തന്നെ ക്ഷേത്ര പരിസരത്ത് അവർ പ്രത്യേക പാസുമായി ക്ഷണപത്രികയുമായി എത്തണം എന്നാണ് അവർക്ക് കിട്ടിയിരിക്കുന്ന നിർദ്ദേശം. പ്രധാനമന്ത്രി പോകുന്നത് വരെ അവർ ക്ഷേത്രത്തിൽ തന്നെ തുടരുക വേണം. 7000-ഓളം ആളുകളാണ് അവിടെ ഉണ്ടാവുക. അതിനിടയിലും വിവാദങ്ങൾ തുടരുകയാണ്. ഇന്ന് കോൺഗ്രസ് ഭരിക്കുന്ന ഹിമാചൽ സർക്കാർ ഈ നാളത്തെ ചടങ്ങിന്റെ ഭാഗമായി അവധി പ്രഖ്യാപിച്ചത് വലിയ വാർത്തയാവുകയും വലിയ ചർച്ചയാവുകയും ചെയ്തിട്ടുണ്ട്. കോൺഗ്രസിനും ഇതിനോട് അനുകൂല നിലപാടാണെന്ന വിമർശനവുമായി ഇടതു പാർട്ടികളൊക്കെ രംഗത്ത് വന്നു. തമിഴ്നാട്ടിൽ ഈ പ്രാണപ്രതിഷ്ഠയുടെ തത്സമയ സംപ്രേഷണം തമിഴ്നാട് സർക്കാർ നിരോധിച്ചു, വിലക്കി എന്ന വാദവുമായി ധനമന്ത്രി നിർമ്മല സീതാരാമൻ രംഗത്ത് വന്നിട്ടുണ്ട്. എന്നാൽ അതിനോട് അതേ നിലയിലല്ല തമിഴ്നാട് സർക്കാർ പ്രതികരിച്ചത്. വാർത്തകൾ അടിസ്ഥാനരഹിതമാണ്, നിർമ്മല സീതാരാമന്റെ ആരോപണം തെറ്റാണ് എന്ന് മാത്രമേ തമിഴ്നാട് സർക്കാർ അതിന് മറുപടിയായി പറഞ്ഞിട്ടുള്ളൂ. തമിഴ്നാട്ടിൽ അതുമായി ബന്ധപ്പെട്ട് വിവാദം തുടരുകയാണ് ഈ വൈകുന്നേരവും ഈ രാത്രിയിലും എന്ന് വേണം പറയാൻ. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് അയോധ്യയിലേക്ക് ഇന്ത്യയുടെ നാനാഭാഗത്തു നിന്നുമുള്ള തീർത്ഥാടകരുടെ പ്രവാഹം നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നതാണ്. രാവിലെ മുതൽ ഇങ്ങനെ ഒഴുകുകയാണ് തീർത്ഥാടകരെ നഗരത്തിനകത്തേക്ക്. അവരെ എല്ലാവരെയും ഉൾക്കൊള്ളാൻ പറ്റുന്ന അവസ്ഥയല്ല എങ്കിൽ പോലും ഇപ്പോൾ വരരുത്, ഈ തിരക്ക് കഴിഞ്ഞിട്ട് നിങ്ങൾ വന്ന് ദർശനം നടത്തണമെന്നൊക്കെ പ്രധാനമന്ത്രി പലതവണ അഭ്യർത്ഥിച്ചിട്ടും അത് ആരും മുഖവിലക്കെടുത്ത മട്ടില്ല. എല്ലാവരും ക്ഷേത്ര ദർശനത്തിനായി ഇപ്പോൾ തന്നെ വരികയാണ്. ഒരു ഉത്സവാന്തരീക്ഷം നിറഞ്ഞു നിൽക്കുന്ന സാഹചര്യം. എല്ലാ തരത്തിലും രാഷ്ട്രീയ വിവാദങ്ങൾ ഇതിന് മേമ്പൊടിയായി ഉണ്ട് എന്നത് പറയാതെ പോകുന്നുമില്ല. രാഷ്ട്രീയ വിവാദവുമുണ്ട്. അവധി പ്രഖ്യാപനം വലിയ വിവാദമായിരുന്നു. അതുപോലെ ചില സ്ഥലങ്ങളിൽ അതിൽ കോടതികൾ പോലും അവധി പ്രഖ്യാപന വിഷയത്തിൽ ഇടപെടുകയും അത് സർക്കാരിന്റെ നയപരമായ തീരുമാനം എന്ന മട്ടിൽ അതിൽ കൂടുതൽ ഉത്തരവുകളിലേക്ക് കടക്കാതെ മഹാരാഷ്ട്ര ഹൈക്കോടതി പോവുകയും ഒക്കെ ചെയ്തത് നമ്മൾ കണ്ടു. അങ്ങനെ സംഭവബഹുലമാണ് എല്ലാ അർത്ഥത്തിലും.
നാളെ രാവിലെ മുതൽ തന്നെ ഇതിന്റെ മറ്റ് ചടങ്ങുകളിലേക്ക് കടക്കുകയും ചെയ്യും.